എന്തുവാ ഗൈസ്, ഇന്ന് നമ്മുടെ സാറാമ്മയ്ക്ക് ഒരു കിടിലം സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അതായത് ചെറിയൊരു ഗിഫ്റ്റ് ആണ്, ഒരു വലിയൊരു എല്ലും കഷ്ണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവള് ഭയങ്കര കടിയാണ്. അപ്പൊ കടി നിർത്താനും കൂടെയാണ് നമ്മള് ഈ എല്ലും കഷ്ണം കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കാരണം സാറ് ആദ്യമേ വീട്ടിലോട്ട് വന്നപ്പോ ഇവളുടെ തലയൊക്കെ നല്ല വലിപ്പത്തിലും നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷെ കുറച്ചു നാളിന് ശേഷം ആ തല എങ്ങ് ചെറുതായി പോവുകയും ദേഹമെല്ലാം വലുതാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ തലയൊന്ന് വലുതാക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോ ഞാൻ ചെന്നായിരുന്നു. പക്ഷെ അന്നേരം പീസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 8 മണിക്ക് ചെന്നു, പിന്നെ 10 മണിക്ക് ചെന്നു, ലാസ്റ്റ് 11 മണി ആയപ്പോഴാണ് എനിക്ക് എല്ലും കഷ്ണം കിട്ടിയത്. ഇത് കണ്ടോ, ഡംബലായിട്ട് യൂസ് ചെയ്യാം. ഡംബൽ നോക്കിക്ക്, നീ ഡംബൽ എടുത്ത് നല്ല വെയിറ്റ് ഉണ്ട്. അവൾക്ക് കൊടുത്താലോ, അവൾക്ക് സാറയ്ക്ക് കൊടുത്താലോ? കൊടുക്കാം. നീ കൊടുക്കണേ, നീ ഇറക്കി കൊടുത്തേ. ഇങ്ങോളി ആരാടാ അത്? മുത്തേ മുത്തേ, സാറാമ്മ കടിച്ചു പഠിച്ചെടുക്കുക. ആ കഴിക്കാം, അത് കുഴപ്പമില്ല. ചെറിയ ചെറിയ പീസ്, അതൊന്നും അങ്ങനെ കടിച്ചിട്ട് നമുക്ക് തിന്നാൻ പറ്റില്ല. കൊടുത്തേക്ക്, നീ കൊടുത്തേക്ക്. അവള് കടിച്ചു പഠിക്കട്ടോ, വലിച്ചോട്ട് എടുക്കട്ടോ. എന്താ കണ്ടോ, പിടിക്കുന്ന പിടിയുണ്ടോ? സാറാമ്മ ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. താഴോട്ട് വെച്ചേക്കടി, അത് താഴോട്ട് വെച്ചു. അവൾ ഈ നോക്കിക്കോളൂ, അതിനുമായിട്ടുള്ള എന്നെ മുഖം പോലും എനിക്ക് തരുന്നില്ല കേട്ടോ. സാറാമ്മേ, എന്തോ കിട്ടി? ഇന്നിലും വലിയ സാധനമാണോടിയത്. നൈസ്. ആദ്യമൊക്കെ സാറ് നൈസ് ആയിരുന്നു, പിന്നെ പെതുക്കെ സാറ അങ്ങ് ടെററായി മാറി. ആരായിരുന്നു ഈ ഐഡിയ പറഞ്ഞെന്ന്? എന്തുവാ പൊന്നേ, ഇത് കണ്ടോ, വീട്ടിലിരിക്കുന്നുണ്ടോ? മതി എന്തുവാ എങ്ങനെ നടക്കും? സോംബി സാറായി മാറിയിരിക്കുകയാണ്. എന്തുവാ അടി അടി, വിട്. ഹണ്ടിങ് പട്ടിയത്, ബീഗളൊന്നും അല്ല ഇത്. ഹണ്ടിങ്. പിടിച്ച പിടിയെ വിടത്തില്ല ഇവള്. ചാറാമോ, പിടിച്ച പിടി വിടുന്നില്ല കേട്ടോ. പൊക്കിയാ പോലും ആ ഇത്രയും പ്രായമുള്ളതിന് ആ ഉഷിര് കണ്ടില്ലേ. ചാറാമ മോനെ, എന്തോ ഉദ്ദേശം? സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി സൗണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ശല്യം ചെയ്ത് നിന്നെ കളിക്കാൻ സമ്മതിക്കില്ല. എന്നതാ ഉദ്ദേശം? ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതാ. കറുമുറന്ന് കടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പിടിച്ചു നോക്കാം. സൗണ്ട് ഒക്കെ ഉണ്ടാവുന്നു.
A few hours later. കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പക്ഷേ വെയിറ്റ് കാരണം പുള്ളിക്കാരത്തി പൊക്കാൻ പറ്റത്തില്ല. നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്തെങ്കിലും പറയുമോന്ന്. കലിപ്പേ സൗണ്ട് ഉണ്ട്. സാറാ എന്തോ ഈ സൗണ്ടൊക്കെ മാറ്റണോ? ഞാൻ എടുത്ത് മാറ്റണോ? മുടിഞ്ഞ കലിപ്പ കേട്ടോ, മുടിഞ്ഞ കലിപ്പ്. ഞാൻ നിന്നെ മേടിച്ചത് നീ പാവമായോണ്ട്. നീ ഇപ്പൊ ടെററാണല്ലോ ഇതൊക്കെ കണ്ടിട്ട്. നോക്കാം, തൊടാൻ നോക്കാം. കട്ട കലിപ്പ കേട്ടോ. വൻ മൽപ്പിടുത്തമാണ് ഇവിടെ നടക്കുന്നത്. അയ്യോ കപൂർ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടോ. കട്ടക്കലിപ്പ്. ജാറാമ ഇത് കണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. കണ്ടോ ചത്താലും ഞാൻ വിടത്തില്ലെന്ന്. ഇങ്ങോട്ട് മുഖം പോലും നോക്കുന്നില്ല. മതി വിടുന്ന പോലുണ്ടോ. കടിച്ച കടിയെ പിടിച്ചു വെച്ചിരിക്കും. ഡീ സാറാ എന്തുവാ? എന്തുവാ ഉദ്ദേശം? എന്തുവാ ഉദ്ദേശം? വാ മതി. കലിപ്പ് കട്ട കലിപ്പ കേട്ടോ, കട്ട കലിപ്പ. ഇങ്ങോട്ട് വാ. കണ്ട് കട്ട കലിപ്പ. വിട അത് കടിച്ചു പിടിച്ചിരിക്കോ. ചത്ത ഇത് കണ്ടോ, ഹൈറ്റ് ഇത്രയും പൊങ്ങി. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. നമ്മളെല്ലാരും ഈ ബീഗിളിനെയൊക്കെ മേടിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ശാന്തമായിട്ടും സ്നേഹത്തോടും നിൽക്കാൻ വേണ്ടിയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ തിരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളിവിടെ സിറ്റ് പഠിപ്പിച്ചു, സ്പിന്ന് പഠിപ്പിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് മിസ്സായിപ്പോയി. എന്തോ ദൈവഭാഗ്യം കൊണ്ട് എന്റെ വീട്ടിൽ എന്റെ അമ്മയില്ലായിരുന്നു. അല്ലേ ഇതിലും വലിയ പുകില് ഇവിടെ നടന്നേനെ.